بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد അല്ലാഹു ഇതിലേറെ സന്തോഷത്തിൽ നരകം തൊടാതെ ഹിസാബില്ലാതെ സ്വർഗത്തിലും ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഈ സ്ഥാപനവുമായും ഈ പരിപാടിയുമായി സഹകരിച്ച സഹായിച്ച അധ്വാനിച്ച എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സാദാത്യങ്ങൾ, ആലിമീങ്ങൾ, ഉമറാക്കൾ, മോമിനീങ്ങൾ, മോമിനാത്തുകൾ, മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ അനുസ്മരണ പരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ സ്ഥാപനം നിലകൊള്ളുന്നത് തന്നെ മഹാന്റെ പേരിലാണ്. മഹാന്മാരെ അനുസ്മരിക്കണം എന്നുള്ളത് പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ച ഒരു വിഷയമാണ്. ദിക്റു സ്വാലിഹീന ഇബാദത്ത്, സ്വാലിഹീങ്ങളെ അനുസ്മരിക്കുന്നത് അതൊരു ഇബാദത്താണ്. എന്തുകൊണ്ടാണ് അത് ഇബാദത്തായത്? മഹാന്മാരായ അയിമ്മത്ത് അതിനൊരുപാട് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഈമാനിന്റെ അടിത്തറ അത് മഹബ്ബത്താണ്, സ്നേഹമാണ്. ആരോണ്ടുള്ള സ്നേഹം? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ലാ ഈമാന ലിമൻ ലാ മഹബ്ബത. മഹബ്ബത്ത്, അല്ലാഹുവും റസൂലും പഠിപ്പിച്ചവരോടുള്ള മഹബ്ബത്തില്ലാത്തവരുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. അപ്പൊ മഹബ്ബത്ത് എന്നുള്ളത് നമ്മുടെ ഈമാനിന്റെ അടിത്തറയാണ്. ആ മഹബ്ബത്ത് ഉണ്ടാവണമെങ്കിൽ ഒരാളോട് നമുക്ക് കൂടുതൽ മഹബ്ബത്ത് ഉണ്ടാകുന്നത് അവരെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോഴാണ്. അതുകൊണ്ടാണ് മഹാന്മാര് കഴിഞ്ഞ പോലെ അയിമ്മത്തുകളൊക്കെ ഒരുപാട് രചനകൾ ഇവിടെ നടത്തിയത് മഹാന്മാരെ കുറിച്ചാണ്. നമുക്കറിയാം, താരീഖ് ബഗ്ദാദ്, ബഗ്ദാദിൽ കഴിഞ്ഞു പോയ മഹാന്മാരെ കുറിച്ച് പറയുന്ന ഗ്രന്ഥമാണ്. താരീഖ് ദിമഷ്ക് ഏകദേശം 80 വാള്യങ്ങളുണ്ട്. ആ ഡെമസ്കസിൽ കഴിഞ്ഞു പോയ മഹാന്മാരെ കുറിച്ച് പറയുന്ന കിതാബാണ്. അങ്ങനെ ഒരുപാട് കിതാബുകളും രചനകളും നമ്മുടെ അയിമ്മത്ത് ഇവിടെ നടത്തിയിട്ടുണ്ട്. കാരണം ഇത് മുസ്ലിമിന്റെ ഈമാനുള്ളവന്റെ ഈമാനിന്റെ അടിത്തറ അത് സ്വാലിഹീങ്ങളോടുള്ള മഹബ്ബത്താണ്. ആ മഹബ്ബത്ത് ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. പരിശുദ്ധമായ ഖുർആൻ തന്നെ തുറന്നു നോക്കിയാൽ നമുക്കറിയാം, ഒരുപാട് അമ്പിയാക്കളെ കുറിച്ചും അമ്പിയാക്കളെ കാലത്ത് കഴിഞ്ഞു പോയ മഹാന്മാരെ കുറിച്ചും ഖുർആനിൽ പരിചയപ്പെടുത്തുന്നത് കാണാം. ചില മഹാന്മാര് പറയുന്നത് ഖുർആനിന്റെ 1/3 ഭാഗം അത് മഹാന്മാരെ കുറിച്ച് പറയാനുള്ളതാണ്. ഒരു ഭാഗം ശറഈയായ വിഷയങ്ങൾ, അഹ്കാമുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പിന്നൊരു ഭാഗം ആഖിറവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പിന്നെ ഒരു ഭാഗം മുഴുവനായി ചർച്ച ചെയ്യുന്നത് ഔലിയാക്കളെ കുറിച്ചും അമ്പിയാക്കളെ കുറിച്ചും ഒരുപാട് നബിമാരുടെ പേരിൽ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തന്നെ കാണാം. അപ്പോൾ പരിശുദ്ധമായ ദീൻ, അല്ലാഹു നമ്മളെ വളരെ പ്രധാനമായി പഠിപ്പിച്ചൊരു വിഷയമാണ് സ്വാലിഹീങ്ങളെ കുറിച്ച് അനുസ്മരിക്കുക, അവരെക്കുറിച്ച് പറയുക. കാരണം അവരെക്കുറിച്ച് പഠിക്കുമ്പോഴും അറിയുമ്പോഴുമാണ് അവരോടുള്ള ഈമാന് നമുക്ക്, അവരോടുള്ള മഹബ്ബത്ത് നമുക്കുണ്ടാകുന്നു. ആ മഹബ്ബത്ത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മളെ നാടുകളിലൊക്കെ മഹാന്മാരെ അനുസ്മരിക്കുന്ന ഉറൂസുകളും പരിപാടികളൊക്കെ എല്ലാ കാലങ്ങളിലും നടത്തിക്കൊണ്ടുവരുന്നത്. അത് സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറയാണ്. ആ നിലക്ക് മഹാനായ ഈ സ്ഥാപനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന മഹാനായ ശ്രീധവറുകൾ
അവരുടെ ഉപ്പാപ്പയുടെ പേരിൽ എല്ലാ വർഷവും വിപുലമായി നടത്തപ്പെടുന്ന ഉറൂസ് പരിപാടിയിലാണ് നമ്മളുള്ളത്. മഹാനായ താജുൽ ഉലമ അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ ബറക്കത്ത്, അവരുടെ ഫുയൂലാത്തുകൾ ഈ മജ്ലിസിലേക്ക് അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടിയും ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിച്ചവരുണ്ട്, സഹകരിക്കുന്നവരുണ്ട്, പ്രവർത്തിക്കുന്നവരുണ്ട്, നാട്ടിലുണ്ട്, വിദേശത്തുണ്ട്. എല്ലാവർക്കും മഹാനായ താജുൽ ഉലമയുടെ ഹക്ക് കൊണ്ട് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും സആദത്ത് നൽകുമാറാവട്ടെ. സലാമത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്, അഫ്വും ആഫിയത്തും നൽകണേ അല്ലാഹ്. ഈ പരിപാടി പരിപൂർണമായി ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ അല്ലാഹ്. എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.